തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന വിവിധ വാർഡുകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാഹുദ്ദീൻ പുല്ലത്തിന് മുൻപാകെയാണ് പത്രിക നൽകിയത്. 22ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന എസ് ജയകൃഷ്ണൻ നായരാണ് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായി പത്രിക സമർപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കുന്ന വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങി. നഗരസഭയുടെ 22ാം വാർഡിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയകൃഷ്ണൻ നായരാണ് മൂവാറ്റുപുഴ നഗരസഭയിൽ ആദ്യമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാഹുദ്ദീൻ പുല്ലത്തിനാണ് പത്രികാ സമർപ്പണം നടത്തിയത്. 22ാം നമ്പർ വാർഡിൽ ഒരംഗമായി തെരഞ്ഞെടുക്കുന്നതിനുള്ള സ്ഥാനാർത്ഥിയായ KS ജയകൃഷ്ണൻ നായർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 2 സെറ്റ് പത്രികയാണ് ജയകൃഷ്ണൻ നായർ നൽകിയത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും വിജയമുറപ്പാണെന്നും ജയകൃഷ്ണൻ നായർ പറഞ്ഞു. മാറാടി UP സ്കൂൾ വാർഡ് 22 ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ നാമനിർദ്ദേശ പത്രിക അവിടെ സ്വീകരിച്ചു. എനിക്ക് കൈപ്പറ്റി രസീത് തന്നിട്ടുണ്ട്. 22ാം തീയതിയാണ് ഇനി സ്പോട്ടനിങ് വെച്ചിരിക്കുന്നത്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വിജയിച്ചു വരാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. മൂവാറ്റുപുഴ നഗരസഭയുടെ 25ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന P രജിതയാണ് രണ്ടാമതായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 3 സെറ്റ് പത്രികയാണ് രജിത നൽകിയത്. നഗരസഭാ ചെയർമാൻ PP എൽദോസിനോടൊപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള സ്ഥാനാർത്ഥിയായി രജിത P എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ച് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. വാർഡിൽ വിജയമുറപ്പാണെന്നും UDF മുന്നണി മൂവാറ്റുപുഴ നഗരസഭയിൽ വീണ്ടും അധികാരത്തിലെത്തുമെന്നും P രജിത പറഞ്ഞു. ഇന്ന് നമ്മുടെ DE ഓഫീസിൽ വന്നിട്ട് 25ാം വാർഡിൻ്റെ UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വോട്ടർമാരെയും പേഴ്സണലി തന്നെ പോയി കാണുന്നുണ്ട്. എല്ലാവരും എൻ്റെ സ്വന്തം നാടായതുകൊണ്ട് തന്നെ എൻ്റെ വീട് പോലെ തന്നെ ഓരോ വീട്ടിലും എൻ്റെ ചേച്ചിമാരും എൻ്റെ ചേട്ടന്മാരും എൻ്റെ കുഞ്ഞനിയന്മാരും കുഞ്ഞനിയത്തിമാരിലുമുള്ള പ്രതീക്ഷയാണ് ഇന്നത്തെ എൻ്റെ നോമിനേഷൻ സമർപ്പണത്തിനുള്ള കാരണം തന്നെ. ഇത്തവണ എല്ലാവരും ജനങ്ങൾ ഒന്നടങ്കം UDFനെ തിരഞ്ഞെടുക്കുമെന്നും എനിക്ക് ആ വാർഡിൽ പ്രവർത്തിക്കാൻ ഒരവസരം 5 വർഷത്തേക്ക് അവരിൽ ഒരാളായി അവർക്ക് വേണ്ടി മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി അവരൊരു അവസരം തരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇവിടെ വന്ന് ഞാൻ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. നഗരസഭ 23ാം വാർഡിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന T ചന്ദ്രനാണ് പത്രിക സമർപ്പിച്ച 3ാമത്തെ സ്ഥാനാർത്ഥി. മൂവാറ്റുപുഴ നഗരസഭയിൽ ചരിത്രത്തിലില്ലാത്ത വിജയം NDA കരസ്ഥമാക്കുമെന്നും T ചന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം പറഞ്ഞു. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഹൗസിംഗ് ബോർഡ് 23ാം നമ്പർ വാർഡിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് മൂവാറ്റുപുഴ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുവാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. BJP മൂവാറ്റുപുഴ നഗരസഭയിൽ ഒരു നിർണായക ശക്തിയായി ഈ തിരഞ്ഞെടുപ്പിൽ മാറും. ഞങ്ങൾ നിലവിൽ 2 സീറ്റാണ് ഞങ്ങൾക്ക് ഉള്ളത്. അത് നിലനിർത്തുന്നതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലേക്ക് കടന്നു കയറുവാനും
ഇന്ന് BJPക്ക് സാധിക്കും എന്ന ആത്മവിശ്വാസമാണ് മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ നോമിനേഷൻ കൊടുക്കുന്നതോടുകൂടി എനിക്ക് ഉള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച മാതിരി മൂവാറ്റുപുഴ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാൻ നരേന്ദ്രമോദി ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ നഗരസഭയിലെ ഞാൻ മത്സരിക്കുന്ന 23-ാം വാർഡിലും അതുപോലെ തന്നെ മറ്റു വാർഡുകളിലേക്ക് എത്തിക്കുന്നതിന് BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ P. മോഹനനും പ്രവർത്തകർക്കുമൊപ്പമെത്തിയാണ് T. ചന്ദ്രൻ പത്രികാ സമർപ്പണം നടത്തിയത്. വരും ദിവസങ്ങളിലും കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണവുമായി എത്തും. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലും പത്രിക നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒമാനിയ മൊബൈൽസ്, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.